കൊണ്ട് ഖുർആൻ ഓതുമ്പോൾ കരയാൻ പറ്റുമോ? എല്ലാ സൂറത്ത് ഓതിയിട്ട് കരയണമെന്ന് പറയുന്നില്ല. അൽഹാഖും മുത്തകാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ. തരുന്ന പ്രതിഫലം പറഞ്ഞ ദുആ ചെയ്യാ, അല്ലാഹു തരുന്ന പ്രതിഫലം പറഞ്ഞ ദുആ ചെയ്യാ. ഈ സദസ്സിലും കൊണ്ട് തീരുമാനിക്ക്, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഓതും ഉസ്താദ്. ഇന്ന് വരെ വഴുത് കേട്ടതുപോലെയല്ല, ഇന്നൊരു കാര്യം തീരുമാനിക്കുകയാണ് ഉസ്താദേ. ഇൻഷാ അല്ലാഹ് അൽഹാഖും മുത്തകാസുർ ഓതുന്ന സമയത്ത് ഞങ്ങൾ കരയാ പരിശ്രമിക്കും. കരച്ചല് വരുന്നില്ലേ? ഞങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കാൻ തയ്യാറാ. അല്ലാഹുവേ ഭാഗ്യം തരണേ അല്ലാഹു. കരയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു അഭിനയിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് ഓതുമ്പോൾ നിങ്ങൾ അഭിനയിക്കൂലേ? ഉറക്കെ പറ ഇൻഷാ അല്ലാഹ്. ഉസ്താദേ, അൽഹാഖും മുത്തകാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതുമ്പോൾ കരയാൻ നോക്കും, പറ്റണില്ലേ? അഭിനയിക്കും. കൈപൊക്കി പ്രതിഫലം പറഞ്ഞ് പിരിയാ. ഇത് വാഗ്ദാനമാണ്, ഇത് വാക്കാണ്, പാലിക്കണം. അള്ളാന്റെ സ്വർഗത്തിൽ ഇരുന്നിട്ട് എടുക്കുന്ന വാക്കാ. ഇന്നത്തെ ഈ വയത് കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകണം. നിയത്ത് ചെയ്യുന്നവരൊക്കെ കൈപൊക്കുക. അൽഹംദുലില്ലാ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രതിഫലം എന്തെന്ന് അറിയോ? ഇൻഷാ അല്ലാഹ് ഇരിക്കൂല്ലേ? എനിക്ക് നാളെ കണ്ണൂരാ. ഇന്ന് നാളെ ഇവിടെ വയത് പറയുന്ന ഉസ്താദ് അവിടെ വയത് പറഞ്ഞിരിക്കാൻ. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സൂറത്ത് ഓതാം. രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഓതിയ 1000 ആയത്തോതിയ പ്രതിഫലം കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. രാത്രി വീടിന്റെ റൂമിനകത്ത് പോണം. എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ബെഡ്റൂമിന്റെ അകത്ത് പോയിട്ട് ഉളുവെടുത്തിട്ട് കിടക്കാൻ വേണ്ടി കട്ടിലിരിക്കുമ്പോ ലൈറ്റ് ഓഫ് ആക്കണം. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ആ കട്ടിലിന്റെ മുകളിൽ ഇരുന്നിട്ട് ഈ സൂറത്തൊന്ന് ഓതണം. അപ്പൊ അറിയാം അതിന്റെ ഫീലിംഗ്. മനസ്സറിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് കരയാൻ പറ്റൂല. അഭിനയിച്ചാ മതി. അഭിനയിച്ച് എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ കരയും. നമ്മൾ അഭിനയിച്ച് എന്നെങ്കിലും ഒരു ദിവസം നമ്മുടെ കണ്ണ് നിറയും. അതാ ഖുർആൻ. പ്രതിഫലം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോഴാ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയത്. ആരെന്നറിയോ? ജനിച്ചപ്പോഴേ മുസ്ലിമായിരുന്നില്ല. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി. 36 38 വയസ്സ്, 8 കൊല്ലം അല്ലെങ്കിൽ 6 കൊല്ലം മുസ്ലിമായിട്ട് ജീവിച്ചത്. ഈ സഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങി. അതാ മുസ്ലിം. 56 66 76 വയസ്സുള്ള നീ മരിച്ച ആരുടെയെങ്കിലും അല്ലാഹു അലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന സ്വഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങിയടാ. 6 കൊല്ലം ജീവിച്ചേ. 6 കൊല്ലം. ഈ സ്വഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി. ആ സഹാബിയുടെ മുഖത്ത് വല്ലാത്ത ഒരു ചിരി. നമ്മൾ പറയൂലേ? ഇന്നും ഓർമ്മയില്ലേ സഹോദര നമുക്കൊക്കെ? നമ്മൾ വലിയ വലിയ പണ്ഡിതന്മാർ, അത്തിപ്പറ്റ ഉസ്താദ് ഇവിടെ അടുത്തല്ലേ കിടക്കണേ? നിങ്ങൾ കണ്ടില്ലേ ആ മുഖം? എത്രയോ ഉസ്താദ്. എന്തിനാ അപ്പൊ ഉസ്താദന്മാര് പോണേ? ചില പ്രായമുള്ള വാപ്പമാരും ഉമ്മമാരും മരിച്ചു കിടന്നപ്പോ ജീവിച്ചിരുന്ന കാലത്ത് ഭർത്താവിന് ഭാര്യയുടെ കൂടെ പോകാറില്ല. ഭാര്യ എവിടെ പോകുമ്പോഴും ഭർത്താവിനെ കൊണ്ടുപോകാറില്ല. മാറി മാറി നടക്കും. എന്തേ? നിങ്ങൾക്ക് സൗന്ദര്യമില്ല എന്റെ കൂടെ വരാൻ. ചില പെണ്ണുങ്ങൾക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞു ഭർത്താവ് ആട്ടി ഓടിക്കും. പക്ഷേ പാപ്പാ, നിനക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് നിന്നെ ആട്ടിയ നിന്റെ ഭാര്യ നീ മരിച്ചതിന് ശേഷം പറയും, എന്റെ കാട മുഖത്ത് എന്തൊരു പ്രകാശമായിരുന്നു, എന്തൊരു ഗ്ലാമറായിരുന്നു. അങ്ങനെ മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ പറഞ്ഞു. ചിലരൊക്കെ പറയും, ഉസ്താദേ എന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ചേ. എന്റെ ഉമ്മ ഷഹാദത്ത് കലിമ പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദേ. സംസം വെള്ളം കുടിച്ച് ചിരിച്ചോണ്ടാ എന്റെ ഉമ്മ മരിച്ചേ. നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ച നിനക്ക് എന്തെങ്കിലും കിട്ടുവാണോ? പോട്ടാ, ഇങ്ങനെ പറഞ്ഞു നടക്കാം.
നമ്മളിങ്ങനെ പറയാം, പെണ്ണുങ്ങൾ പറയാറുണ്ട് എന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ച നിനക്കൊന്നും കിട്ടൂല, ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കാനേ പറ്റും. പക്ഷെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയ ഒന്ന് ഈ സഹാബി മരിച്ചപ്പോ അള്ളാഹുവിന്റെ അർശ് കുലുങ്ങി, എല്ലാരും കരഞ്ഞു, ആ സഹാബി ചിരിച്ചു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാരും കരയും. എല്ലാരും ഇന്ന് ചിരിക്കാൻ കാശ് വേണോ? ഒന്ന് ചിരിച്ചേപ്പാ, ഒന്ന് ചിരിക്കറോ, ഒന്ന് ചിരിക്ക്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ആർക്ക് വേണമെങ്കിലും ചിരിക്കാം. പക്ഷെ എപ്പോഴാ ചിരിക്കണ്ടേ? എപ്പോഴാ ചിരിക്കണ്ടേ? അന്തല്ലദീ വലദതു ഉമ്മുക ബഖിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി ഹൗതിക ലാഹിഖൻ സുറൂറ. എല്ലാരും കരയുന്ന ഒരു ദിവസമുണ്ട്, ഉമ്മ കരയും. എൻ്റെ ഉമ്മ എന്നോട് എപ്പോഴും പറയും, പ്രസവ വേദനയുടെ വേദനയിൽ എന്താ നിന്നെ പ്രസവിച്ചത്. പെണ്ണുങ്ങളൊക്കെ പറയാറില്ലേ? എല്ലാ പെണ്ണുങ്ങളും പറയുന്ന ഒരു ഡയലോഗാണ്, ഞാൻ നിന്നെ പ്രസവ വേദന മരണവേദനയാണെന്ന് പറയുന്നത്. ചുമ്മാതാ, മരണവേദനയൊന്നും ഇല്ല പ്രസവത്തിൽ. ഉണ്ടോ? ചില പെണ്ണുങ്ങളൊക്കെ പ്രസവിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. പ്രസവത്തിന് മരണവേദനയില്ല. നിങ്ങൾ മനസ്സിലാക്കുക, പ്രസവത്തിന് മരണവേദനയല്ല, മരണവേദനയുടെ ഒരു അംശമേ ഉള്ളൂ പ്രസവ വേദന. നീ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ എന്റെ വൈഫിനോട് ചോദിച്ചു എങ്ങനെയാണ്, അപ്പോൾ പറഞ്ഞു നേഴ്സുമാര് കയ്യിൽ പിടിക്കത്രേ അല്ലേ. നേഴ്സുമാരിങ്ങനെ കയ്യും കാലും ഒക്കെ പിടിച്ചു വെക്കും പ്രസവിക്കുന്ന സമയത്ത്. കൂടിപ്പോയ ഒരു 4 or 5 എത്ര പേരെ ഉണ്ടാകത്തുള്ളൂ എനിക്കറിയില്ല. പക്ഷെ റൂഹ് പിടിക്കുന്ന എത്ര മലക്കാന്നറിയാം. ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയം 3 or 4 നേഴ്സുമാരും ഡോക്ടറും കയ്യും കാലും പിടിച്ചു വെക്കുമെങ്കിൽ ഒരാളുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് പിടിക്കുന്ന മലക്ക് 70,000 മലക്കുകളാണ് കയ്യും കാലും പിടിച്ചു വെക്കണേ. ഒന്ന് ആലോചിക്കുക, 70,000 മലക്കുകൾ കയ്യും കാലും പിടിച്ചു വെക്കും. എടാ ചങ്ങാതി, കോഴിക്കടയിൽ പോയിട്ട് കോഴിയെ അറുക്കുന്നത് കണ്ടിട്ട് നീ ഇങ്ങനെ സുഖിച്ചു നോക്കി നിൽക്കും. കാണാൻ നല്ല രസവാ. ചിറകിട്ടടിക്കുന്നുണ്ട്, കാലിട്ടടിക്കുന്നുണ്ട്, തലയിട്ടടിക്കുന്നുണ്ട്, അത് കടന്ന് പിടയുന്നുണ്ട്. എന്തിനാടാ പിടയണേ? മരണവേദന സഹിക്കാൻ പറ്റാതെയല്ലേ? നമ്മളതിങ്ങനെ നോക്കി രസിച്ച് കാണാൻ നല്ല രസം. പക്ഷെ എന്തുകൊണ്ടാ അത് ചെയ്യണത്? അത് മരണവേദന സഹിക്കാൻ പറ്റാതെയായി ഇത് ചെയ്യണേ. ആ കോഴിക്ക് കയ്യും കാലും തലയും ചിറകും ഇട്ടടിക്കാൻ ഭാഗ്യമുണ്ട്. നിനക്ക് അതിനു പോലും യോഗമില്ല, നിന്നെ വിടൂല അടിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിരിക്കേണ്ടത് എപ്പോഴെന്നറിയോ? നമ്മൾ ജനിച്ചപ്പോ എല്ലാരും ചിരിച്ചു, ഉമ്മയും ബാപ്പയും എല്ലാരും ചിരിച്ചു, ഇബ്ലീസ് വരെ ചിരിച്ചു. പക്ഷേ നമ്മൾ കരയുകയായിരുന്നു. നമ്മൾ കരഞ്ഞപ്പോ എല്ലാരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. എടാ പ്രതികാരം ചെയ്യടാ, വാശിയുള്ളവനല്ലേ, പ്രതികാരം ചെയ്യണം. നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ച നിന്റെ ഉമ്മ, നിന്റെ ഉപ്പ, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ കുടുംബക്കാരൻ, ശപിക്കപ്പെട്ട ഇബ്ലീസ്, സർവ്വരും നീ കരഞ്ഞപ്പോ ചിരിച്ചവരാ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ പ്രതികാരം ചെയ്യും. എങ്ങനെ? ഉമ്മാനെ തല്ലിയിട്ടല്ല, പാപ്പാനെ തല്ലിയിട്ടില്ല, പട്ടിണി കിട്ടിട്ടല്ല. പിന്നെ എപ്പോഴാ അവരെ കരയിപ്പിക്കേണ്ടത്? എടാ, അവര് മുഴുവനും ഒരു ദിവസം കരയും, അന്ന് നീ ചിരിക്കും. ഒരു ദിവസം നിന്നെ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഈ സിറാജിന്റെ വീടിന്റെ ഹാളിന്റെ അകത്ത് ഇങ്ങനെ മലർത്തി കിടത്തും. അന്ന് എന്റെ ഭാര്യ സുമയ്യ കരയും, എന്റെ സിനാനും എന്റെ നഈമും കരയും, എന്റെ കൂടപ്പുറപ്പുകളും എന്റെ കുടുംബക്കാരും എന്റെ കൂട്ടുകാരും എന്നെ സ്നേഹിക്കുന്നവരും മുഴുവനും കരയും. അന്ന് വെള്ള തുണിയുടെ അടിയിൽ കിടന്നിട്ട് ഞാൻ ചിരിക്കണം. അന്നാ ഞാൻ മനുഷ്യനാകുന്നത്. അന്നാടാ നീ ധൈര്യമുള്ളവനാകുന്നേ. എന്റെ വീട്ടിൽ നിന്ന് എന്റെ ജനാസ കൊണ്ടിറങ്ങുമ്പോ എന്റെ ഉമ്മ പോലും ചോദിക്കുന്നു, ക്ഷമവിട്ട ഉമ്മയും പൊന്നു മകനെ എന്നെ കാണുന്നതെന്ന പൊന്നുമോനെ, എന്നെക്കാളും മുമ്പേ നീ പോയല്ലോടാ എന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മയും എന്റെ ഉപ്പയും എന്റെ കൂടപ്പുറപ്പും കരയുന്ന ദിവസം അന്ന് ചിരിക്കണം. അതിന് നീ ഖുർആൻ ഓതിയാ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ ഇന്ന് തീരുമാനിച്ചല്ലോ ഇവിടെ ഇരുന്നു കൊണ്ട് ഉസ്താദേ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഖുർആൻ ഓതാൻ തീരുമാനിച്ചവരെ, ആ ഖുർആൻ ഓതുന്ന സമയത്ത് കരയുമെന്ന് അഭിനയിക്കുമെന്ന് തീരുമാനിച്ചവരെ, നിനക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എല്ലാവരും കരയുന്ന ദിവസം നിനക്ക് ചിരിക്കാം. മയ്യത്ത് കാണുന്നവർ കൊതിക്കുകയാണ്, റബ്ബേ എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ അല്ലാഹ്. അങ്ങനെ
കാണുന്നവർ മുഴുവനും ആഗ്രഹിക്കുന്ന ഒരു മരണമാണ്. പടച്ചവനെ, രണ്ടാമത്തെ പ്രതിഫലം എന്താ? ചിലരുടെ ജനാസ കൊണ്ടുപോകുമ്പോ മയ്യത്തിന് ഭാരമില്ലല്ലോ. ചിലരുടെ ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ മയ്യത്തിന് ഭാരമില്ല. മയ്യത്ത് ചുമക്കുന്നവർ തന്നെ അത്ഭുതത്തോടുകൂടി പറയും, ഭാരം തോന്നുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സദസ്സിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തിയ ഉമ്മമാരെ, നിന്റെ മയ്യത്ത് ചുമക്കുന്നതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ. അതാ സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന സ്വഹാബിയുടെ ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പെടുന്ന തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ്. മുത്തുനബി തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ്. ജനാസ ഖബറടക്കിയ സ്വഹാബികൾ പറയുകയാ, നബിയേ, യാ റസൂലല്ലാഹ്, മയ്യത്തിന് ഭാരമില്ലായിരുന്നു നബിയേ. തള്ളവിരല് കുത്തിയിട്ട് നടക്കുന്നത് ഞങ്ങൾ കണ്ടല്ലോ. ആ സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, 70,000 മലക്കുകൾ വന്നു. സ്വഹാബാ, 70,000 മലക്കുകൾ വന്നു. അവിടുന്ന് മയ്യത്ത് ചുമക്കാൻ എനിക്ക് സ്ഥലം കിട്ടിയില്ല. എനിക്ക് കാലിന്റെ തള്ളവിരൽ കുത്താനാ സ്ഥലം കിട്ടിയത്, എനിക്ക് കാല് കുത്താ സ്ഥലം കിട്ടിയില്ല. ആരാ പറയുന്നത്? മുത്തുനബിയാ. ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എനിക്ക് തള്ളവിരൽ കുത്തിയിട്ടാ നടക്കാൻ സ്ഥലം കിട്ടിയത്. കാരണം തിരക്കായിരുന്നു. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. ഉമ്മമാരെ, സീരിയൽ കണ്ട് കരയല്ലേ ഉമ്മ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് നീ കരഞ്ഞാൽ, ഈ സീരിയൽ കണ്ടിട്ട് കരയുമ്പോ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ പറയുകയാ, കല്ലാ ഇദാ ബലഗതി ത്വറാഖിയ വഖീല മൻ وظن أنه الفراق والتفت الساق بالساق. അല്ലാഹുവേ, മലക്കുകൾ പറയും, നിന്നെ കൊണ്ടുപോകാമെന്നതാണ്. ആരെ വേണമെങ്കിലും വിളിച്ചോ, രക്ഷപ്പെടുത്താനുള്ളവരെ വിളിച്ചോ. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീണാ, അല്ലാഹുവിന്റെ 70,000 മലക്കുകൾ കിടന്നു വരികയാണ്. നിന്റെ ജനാസ ചുമക്കാൻ, നിന്നെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ. പടച്ചവനെ, രണ്ടാമത്തെ പ്രതിഫലമാണ്. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കുന്നതിന് വേണ്ടി ഖബർ കുഴിക്കുമ്പോ മണ്ണിന് സുഗന്ധവാ. മണ്ണിന് വല്ലാത്ത ഒരു സുഗന്ധമടിക്കുകയാണ്. മണ്ണിന് പോലും സുഗന്ധമാണ്. ആ ഖബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവസാന ഖബറിന്റെ അടിയിൽ നിന്ന് മണ്ണിങ്ങനെ തുടച്ചെടുക്കുകയാണ്. ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെച്ചു. ആരും കാണാതെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ ചെന്നപ്പോ സുഗന്ധമടിക്കുകയാണ്. ആ സ്വഹാബിക്ക് വേണ്ടി കുഴിച്ച ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നു. അവസാനം ഖബർ കുഴിച്ച മനുഷ്യനുണ്ടല്ലോ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാണ്. അവിടുന്ന് ചോദിച്ചു, സഅദേ, നീ മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി. നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമായിരുന്നു. നിന്റെ ജനാസ ചുമക്കാൻ മലക്കുകൾ ഇറങ്ങി വന്നിരുന്നു. നിന്റെ ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നു. സഅദേ, എന്ത് ചെയ്തിട്ടാ ഇത് നീ നേടിയത്? ഈ പ്രതിഫലം കിട്ടാ നീ എന്ത് ചെയ്തത്? സഅദ് തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പും ഞാൻ ഓതിയ ഖുർആനിനും അല്ലാഹ് എനിക്ക് തന്ന പ്രതിഫലമാ. ഞാൻ ഓതിയ ഖുർആനിന് പടച്ച റബ്ബ് എനിക്ക് തന്ന പ്രതിഫലമാ. ഇത് ഖുർആൻ ഓതിയതിന് റബ്ബ് കൊടുത്ത പ്രതിഫലമാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിനെക്കാളും പ്രതിഫലം പറയാൻ എന്റെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് നിർത്തുകയാ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. കണ്ടവനെ ഇന്ന് കാണുന്നില്ല. പെട്ടെന്ന് ജനങ്ങൾ വീണ് മരിച്ചു പോവുകയാണ്. എന്റെ നാട്ടുകാരനായ
ഒരു ഉസ്താദ് ഉണ്ടല്ലോ, 36 വയസ്സേ ഉള്ളൂ, കൊറോണ കൂടിയിട്ട് മുഴുവനും ബാധിച്ചിട്ട് അവസാനം ഐസിയുവിനകത്ത് കിടക്കുകയാണ്. ഡോക്ടർമാര് പറഞ്ഞു ഇനി രക്ഷയില്ല, മരണം സംഭവിച്ചു, മരിക്കാൻ പോകുകയാണ്. 2 ചെറിയ മക്കളുണ്ട്. 36 വയസ്സുള്ള ചെറുപ്പക്കാരന് മരണം ഉറപ്പായെന്ന് പറഞ്ഞ ഡോക്ടർമാര് എഴുതി തെളിയപ്പോ ആയുസിനകത്ത് കിടന്ന് കരയുകയാ, അവിടെ കിടന്ന് കരയുകയാണ്. മുസ്ലിമായ ഡോക്ടർക്ക് വിഷമം തോന്നി. അടുത്ത് ചെന്ന് നിന്നിട്ട് സമാധാനിപ്പിച്ചു. ഞങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തു. 36 വയസ്സുള്ള മനുഷ്യൻ ഡോക്ടർമാര് മരിക്കൂന്ന് പറഞ്ഞ് എഴുതി തള്ളി. അവസാനം ഹോസ്പിറ്റലിന്റെ ഐസിയുവിനകത്ത് കിടന്ന് കരയുമ്പോ ഡോക്ടർ വിചാരിച്ചു മരിക്കാൻ പേടിച്ചിട്ട് കരയാന്ന്. അടുത്ത് ചെന്ന് നിന്നിട്ട് പറഞ്ഞു എല്ലാം ദൈവത്തിന്റെ വിധിയാ, ഞങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ മാക്സിമം ഞങ്ങൾ ചെയ്തു, ഇനി ദൈവത്തിന്റെ കയ്യില എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുമ്പോൾ ആ 36 വയസ്സുകാരൻ പറഞ്ഞു ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയുകയല്ല, ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയുകയല്ല. എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ള എന്റെ മരണം എഴുതിയിട്ടുണ്ട്, ഞാൻ പിന്നെ എന്തിനാ കരയണേ, എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. ഡോക്ടർ അത്ഭുതത്തോടു കൂടി ചോദിച്ചു പിന്നെ എന്തിനാ കരയണേ, പിന്നെ എന്തിനാ കരയണേ? ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാ. ആ 36 വയസ്സുകാരൻ പറഞ്ഞു ജീവിതത്തിലൊന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ, മരിക്കാൻ പോകുകയല്ലേ, നന്മകളും കുറവാണല്ലോ. അള്ളാഹുടെ മുന്നിൽ പോകുമ്പോ നിസ്കാരവും നോമ്പും ഖുർആനും ഒക്കെ എടുക്കുമ്പോ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ആ സങ്കടം ഓർത്തിട്ട് കരയുകയാണെന്ന് പറഞ്ഞു കഥ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് 40, 46, 50, 56, 60 കൊല്ലമായി, മുടിയൊക്കെ നരച്ചു, മരണത്തിന്റെ എല്ലാ അടയാളവും നിന്നെ തേടി വന്നു. പക്ഷെ നമുക്ക് തോന്നണില്ല, നമുക്കത് ചിന്തയില്ല. ഇന്ന് രാത്രി മരിച്ചുപോയാൽ അല്ലാഹുവേ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, റബ്ബിനോട് ഞാൻ എന്തു പറയും, അല്ലാഹുവോട് ഞാൻ എന്തു പറയും, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ എന്നുള്ള ചിന്ത നമുക്ക് ആർക്കും ഇല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം, ആ കലാം ഓതുമ്പോ അത് അല്ലാഹുവിന്റെ സംസാരമാണെന്നുള്ള ബോധം നിനക്ക് വേണം. ആ ഖുർആനിനകത്ത് അല്ലാഹുവിന്റെ കലാമ, അതിനകത്ത് അല്ലാഹു ഒരുപാട് ചരിത്രങ്ങളും കഥകളും മുന്നറിയിപ്പുകളും താക്കീതുകളുമാണ് ഈ ഖുർആനിനകത്ത് അല്ലാഹു പറയുന്നത് എന്ന ബോധത്തോടുകൂടി നീ പാരായണം ചെയ്താൽ ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹ് നിന്നെ സ്നേഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ